കന്നാലി കച്ചവടം പോലെ തമ്പ്രാക്കന്മാരുടെ മുമ്പിലെ അടിയാളന്മാരുടെ ജീവിതം. ചന്തയിൽ നിന്ന് ചുളുവിലയ്ക്ക് വാങ്ങും, നിറയെ പുല്ലും കാടിയും തന്ന് തടിവെപ്പിക്കും. തൊഴുത്തിൽ ടാവളം കറന്നെടുക്കും. എപ്പോഴാ ലാഭം തോന്നിയാൽ കണ്ണും പൂട്ടിപ്പിക്കും. കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ വാക്കും വിശ്വസിച്ച് ഇപ്പം നിന്നെ കെട്ടാൻ എന്നെ കൊണ്ടാവില്ല എന്ന്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നിട്ട് ആലോചിക്കാം. ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. എന്നും ഒരുപോലെ സംസാരിക്കുന്ന മനുഷ്യന്മാരെ എവിടാ നീ കണ്ടിട്ടുള്ളത്? ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞോളൂ, ഞാൻ പൊയ്ക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാർത്തുമ്പി കരയണ്ട, നടക്കേണ്ടതൊക്കെ നടന്നോളൂ. എൻ്റെ അപ്പൻ എപ്പോഴും പറയും, നമ്മളല്ല മുകളിൽ ഒരാളുണ്ട് എല്ലാം തീരുമാനിക്കാനെന്ന്. അങ്ങനെ വിശ്വസിച്ചോളൂ. വണക്കയ്യ. എന്നാ തമ്പ്ര നമുക്കൊരു സദ്യ. എന്തൊക്കെ ഉണ്ടോ? തന്റെ തത്തയുടെ നാവ് കൊള്ളാം. എന്റെ വക കുറച്ച് പാലും പഴവും വാങ്ങിച്ചു. ഓന്റെ തത്ത നേര് പറയില്ല അമ്പ്ര. ആര് പറഞ്ഞു? ഞാള് പറയുന്നു. നേര് പറയുന്ന തത്തയായിരുന്നേല് എല്ലാരും കൂടി തമ്പ്രാനെ ചതിക്കണ കാര്യം ആ തത്ത എന്താ പറയാത്ത? എന്നെ ചതിക്ക്? ആര്? ഞാള് പറയൂല അമ്പ്ര. പറഞ്ഞാലും തമ്പ്ര വിശ്വസിക്കൂല. എന്താന്ന് വെച്ചാ പറഞ്ഞു തുടങ്ങടാ. ഞാള് പറയൂല അമ്പ്ര. കണ്ണ് കണ്ടത് കാത് കേട്ടത് മുഴുക്ക പറയാന് ഞാക്ക് പേടിയാ അമ്പ്ര. ഞാളൊന്നു പറയാ, ഇക്കണ്ട കാലം മുഴുക്ക തമ്പ്രാൻ പാല് കൊടുത്ത ഒരു പാമ്പിനാ. മാണിക്ക് ഓനൊരു കരിമൂർക്കനാ. മാണിക്കിനെ പറ്റി വല്ലതും പറഞ്ഞോണ്ടല്ലോ അടിച്ചു നിന്റെ കൊന്നുകളയാൻ. ഒന്നോളി അമ്പ്ര. തമ്പ്രാന്റെ അയ്യോണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളു. എന്തായാലും നേര് പറഞ്ഞിട്ട് ഞങ്ങൾ മരിച്ചോളാം. തമ്പ്രാന്റെ മംഗലം നടക്കൂല അമ്പ്ര. നടക്കൂലേ? ഓ നടത്തൂല അമ്പ്ര. ഈ കണ്ണോണ്ട് ഇയാള് കണ്ട്, ഈ കാതോണ്ട് ഇയാള് കേട്ട്, ആ മാണിക്കനോളെ പിടിച്ച് മൊത്തം കൊടുത്തു അമ്പ്ര. തമ്പ്രാൻ ഞാളെ ദൈവ. അപ്പക്കാൾ അമ്പ്രാനോട് നേരെ പറയും, തമ്പ്രാന് മംഗലം കഴിക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും കൈതേനെ കഴിക്കുന്നതെന്ന് ഓനോളോട് പറഞ്ഞു. തമ്പ്രാന്റെ ഉണ്ടായിരുന്ന പിക്കപ്പ് എന്ന് പറയുന്ന എന്തോ ഒരു സാധനം പോയി, അതുകൊണ്ട് മക്കൾ ഉണ്ടാവില്ല എന്ന് ഓൻ പറഞ്ഞു. അത് കേട്ട് ഞാളെ നെഞ്ചി എത്തിപ്പോയി അമ്പ്ര. സത്യമാണോ നീ പറയുന്നത്? ഓനെ ഞാളെ കൂട്ടി നിർത്തി ചോദിക്കാം അമ്പ്ര. അപ്പൊ അറിയാല, ഓനെ കെട്ടിപ്പിടിച്ച് ചോള് പറയാ എന്നാ ഒളിച്ചോടാന്ന്. അപ്പൊ ഓൻ പറഞ്ഞ് അങ്ങനെ വേണ്ട, പൂട്ടി കുത്തി തുറന്ന് പൈസയും പണ്ടോ എടുത്തിട്ട് ഒളിച്ചോടാന്ന്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല അമ്പ്ര. പെണ്ണ് ബാവ ആ മാണിക്കനോളെ പറഞ്ഞ് മയക്കിയതാ. അപ്പൊ ഇത്രയും കാലം അവരെന്നെ കളിപ്പിക്കുകയായിരുന്നു. അവനും അവളും കൂടെ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയായിരുന്നു. നന്ദി കെട്ട നായ. ചോറ് കൊടുത്ത കൈക്ക് കടിച്ച നായിന്റെ മോന്റെ പല്ലടിച്ച് കഴിക്കണം അമ്പ്ര. എന്നിട്ട് ഓടിക്കണം. നമ്മളെ പൊരക്കുന്നല്ല, ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. തമ്പ്രാൻ ഒരൊറ്റ അപ്പന് പറഞ്ഞാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. വേണ്ട, ഇപ്പൊ വേണ്ട. ഒന്നിനെ എനിക്ക് വേണം. ഇനി അതെന്റെ വാശിയ. മറ്റേതിനെ എന്ത് ചെയ്യണമെന്ന് എവിടെയായിരുന്നു അർദ്ധരാത്രി വരെ? മാണിക്യം വീട്ടിലേക്ക് പോയി. നാളെ ചിന്നുവിന്റെ നിശ്ചയ. പറഞ്ഞിട്ട് പോവാനായി സന്ധ്യോളം കാത്തിരുന്നു. കുടിച്ചിട്ടുണ്ടോ നീ? എന്നെ കൊണ്ട് ആ ചെറ്റയുടെ തല തൊട്ട് സത്യം ചെയ്യിച്ചില്ലേ കുടിക്കാൻ പാടില്ലെന്ന്? ഇനി ഞാൻ കുടിച്ചാൽ അവന്റെ തല ഇടുത്തി വീഴുമെന്ന് പെങ്ങള് പറഞ്ഞില്ലേ? അതൊന്ന് വീഴാൻ വേണ്ടിട്ടാ ഞാൻ കുടിച്ചേ. കൃഷ്ണ, അറിയാത്തതൊന്നും പറയരുത്. എല്ലാം അറിയാം, അറിഞ്ഞു.
നീ ഒന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. കേട്ടതൊന്നും സത്യമായിരിക്കരുതെന്ന് ഞാൻ ആശിച്ചതാ. ഇപ്പൊ ഉറപ്പായി. ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്കണം. വേണ്ട, എല്ലാരും ചേർന്നുള്ള കളിയായിരുന്നില്ലേ? ഞാനൊരു വിട്ടി എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ച് കൂത്തടിച്ചു. എന്നിട്ട് ഞാൻ കാണാതെ പെങ്ങളോരോടൊപ്പം ഭാവത്തിൽ ചിരിച്ചില്ലേ? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പാവം അവൻ. പാവം പാമ്പാണവൻ. ഊട്ടി കൈക്ക് തന്നെ അവൻ കടിച്ചു. ഇനി അവന് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. എനിക്ക് പെങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഇനി അവനും ഞാനും കൂടെ ഈ കൂരയ്ക്ക് കീഴെ വേണ്ട. ഓംബ്ര, എനിക്ക് അവളെ കിട്ടിയേ തീരൂ. അതിനാദ്യം അവൾ ആ മാണിക്കനെ വെറുക്കണം, എന്നാലേ അത് നടക്കും. ഞാളെ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നുണ്ട്. ഞാളെ മാമന്റെ മോളില്ലേ കുയിലി, ഇവിടുത്തെ പണിക്കാരത്തി പെണ്ണ്. ഓ ഓക്ക് ഞാളോടല്ല മാണിക്കനോടാ ബുദ്ധി. ഓനെ മംഗലം കഴിക്കാൻ ഓള് പരക്കം പായുന്ന കാര്യമുണ്ടല്ലോ, നാട്ടുപാട്ട. അതുകൊണ്ട് ഞാളെ ചെറിയ ബുദ്ധി തോന്നുന്ന കാര്യമാണ്. നീ കാര്യം തന്നെ പറയടാ. കുയിലീനെ കൊണ്ട് നാട്ടുകൂട്ടത്ത് പറയിപ്പിക്ക. ഓക്ക് കേർപ്പാന്ന്. ആളാരാന്ന് നാട്ടുകൂട്ടം ചോദിക്കും. ആള് മറ്റാരുമല്ല മാണിക്കനാന്നോള് പറഞ്ഞാ മതി. ഒരു പെണ്ണങ്ങനെ പറയുമ്പോ നാട്ടുകൂട്ടം ഓളെ കൂടിയേ നിൽക്കൂ. മാണിക്കനോട് ഓളെ കെട്ടാൻ പറയും, ഓൻ കേൾക്കൂല. അപ്പൊ ഓനോട് നാട് വിട്ട് ഓടാൻ പറയും നാട്ടുകൂട്ടം. ഓനോടും. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയ കാര്യമാണ്. ഇതത്ര ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോടാ. അതോടെ കാർത്തുമ്പി തമ്പ്രാറ്റി ഓനെ വെറുക്കും, മറക്കും. കൊള്ളാം, ഒരു വേടിക്ക് രണ്ടു പക്ഷി. ഞാളെ ചെറിയ ബുദ്ധിയിൽ പച്ചി മൂന്നാമ്പ്ര. അതേതാടാ മൂന്നാമത്തെ പക്ഷി? മാണിക്കനെ ഓടിപ്പോയാല് കുയിലിപ്പെണ്ണ് പേച്ചവളായില്ല അമ്പ്ര. അതുകൊണ്ട് ഓളെ കെട്ടാൻ ആരും വരൂല. പേച്ചവളല്ലാന്ന് ഞങ്ങൾക്കറിയാല. അപ്പൊ ഞാള് പോയി ഓളെ കെട്ടും. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നത്. പക്ഷെ ആ കുയിലിപ്പെണ്ണ് സമ്മതിക്കൂടാ. ഓക്ക് മാണിക്കനോട് പൂതിയുള്ളത് കൊണ്ട് ഓള് സമ്മതിക്കും. തമ്പ്രാന് കാർത്തിമ്പിയോട് പൂതിയുള്ളത് കൊണ്ട് തമ്പ്രാൻ സമ്മതിപ്പിക്കണം. അവിടെയാണ് തമ്പ്രാന്റെ ചുണ കണ്ടത്. ഞക്ക് പേടിയാവണം തമ്പ്ര. നിന്റെ മനസ്സിൽ മാണിക്കനെ കുറിച്ചുള്ള മോഹം എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ പെണ്ണ് അവനെ കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക. നിനക്കവനെ വേണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുമോ? നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുറ്റക്കാരൻ എന്റെ ഒരു ബാല്യക്കാരനായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഗാന്ധാരി അമ്മയും മറ്റു പ്രമാണിമാരും ചേർന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്താൽ മതി. കുയിലിപ്പെണ്ണിനെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മാണിക്കനാണെന്ന് ബോധ്യായ നിലയ്ക്ക് അവൻ തന്നെ മിന്നുകെട്ടി തെറ്റ് തിരുത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ആരുടെ ബുദ്ധിയാണ് ഈ ഗർഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കെട്ടിക്കൊള്ളാം. ഞാൻ പിഴപ്പിച്ച പെണ്ണിനെ ഞാൻ തന്നെ വേണമല്ലോ കെട്ടാൻ. ഞാൻ കൂടെ പാർക്കാം. ഇവൾക്ക് ചെല്ലും ചെലവും കൊടുക്കാം.
ഗർഭമുണ്ടെങ്കിൽ ഇവള് പ്രസവിക്കുമല്ലോ, അപ്പൊ ഞാൻ കെട്ടാം. അഥവാ ഗർഭമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു പെണ്ണിനെ ഭാര്യയാക്കി ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ? നാട്ടുകൂട്ടത്തിന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോട് അല്പം കരുണ കാണിക്കണം. മാണിക്കന്റെ അപേക്ഷ ന്യായമാണെന്ന് തോന്നുന്നതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കാനില്ലെങ്കിലോ? ഇത്രയും വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ കൂടെ കൊണ്ടിടുന്നത് ആലോചിക്കുമ്പോ എന്റെ തൊലി ഉരിയുക. ചേട്ടാ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. തീർന്നു എല്ലാം. പഴയ ബന്ധവും പറഞ്ഞ് മേലില്ല പടി ചവിട്ടിയാലുണ്ടല്ലോ.